ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ കായ വറുത്തില്ലേ അതിൻ്റെ ബാക്കി വന്ന ഏത്തയ്ക്ക തൊലി കൊണ്ടുണ്ടാക്കുന്ന തോരനാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഏത്തയ്ക്ക തൊലി, പിന്നെ തേങ്ങ, ഒരു നുള്ളു ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത് അതിൻ്റെ കൂടെ അരയ്ക്കാനാണ്. പിന്നെ ചുവന്ന മുളക്, കറിവേപ്പില, വൻപയർ, ഇത്ര സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഏത്തയ്ക്ക തൊലി ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ അരിയണം. ഇതുപോലെ അരിഞ്ഞ് അതിൻ്റെ കൂടെ വൻപയറും ഇട്ട്, വൻപയർ ആദ്യം വേവിക്കാം. കുതിർത്ത് വച്ചിരിക്കുന്ന വൻപയറാണെങ്കിൽ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് വെന്തോളും. നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാം. അത് നമ്മൾ നേരത്തെ തേങ്ങ എടുത്ത് വെച്ചില്ല, ആ തേങ്ങയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. കുക്കറിൽ മറ്റത് വേവിക്കാൻ വയ്ക്കുക, ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ ആണ് അരയ്ക്കേണ്ടത്. തേങ്ങയും ജീരകവും പച്ചമുളകും ചുവന്നുമുളകും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമുക്ക് എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇടാം. അത് പൊട്ടിയ ശേഷം ഒരൽപ്പം അരി ഇടുക. അരി ഇടുന്നത് ചില തോരന് നമ്മൾ അരി ഇടും, ചിലവർ പരിപ്പിടും. ഈ വാഴയ്ക്ക തൊലിയുടെ തോരന് അരി ഇടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ മുളക്, കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ആ വേവിച്ച് വച്ചിരിക്കുന്ന ഏത്തയ്ക്ക തൊലി വൻപയറും കൂടെ വേവിച്ച് വച്ചേക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. വെള്ളം ഒരുപാടുണ്ടെങ്കിൽ അത് ഊറ്റി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. ഇത് വെള്ളം പാകത്തിനായിരുന്നു, നമുക്ക് ഇതിലേക്ക് ഇടാം. സാധാരണ നമ്മൾ കായ വറുത്ത് ഒരുപാട് തൊലി വരും, അത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നെങ്കിൽ കളയും, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതുപോലെ ഒരു തോരൻ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. വീട്ടിലൊക്കെ ഈ സമയത്ത് ഓണ സമയത്ത് ഉപ്പേരി വറുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തോരനുണ്ടാവും. ഭയങ്കര സ്വാദാണ് ഇതിന്. നമുക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർക്കാം. കുറച്ച് നേരം ഇളക്കാതെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അടച്ച് വെക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കണം. എല്ലാ ഭാഗത്തും തേങ്ങ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കണം. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിപ്പോകണം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തമാശ പറയല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സ്വാദാണ് ഇതിന്. നമ്മുടെ എടുത്ത് കളയാൻ വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക തൊലി നമ്മളത് ഇതുപോലെ അടിപൊളി തോരനാക്കി നമുക്ക് എടുക്കാൻ പറ്റും. സ്വാദുണ്ട്, പിന്നെന്താ ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.